കഴിഞ്ഞ വർഷം വരെ ഉമ്മച്ചിയുടെ കയ്യിൽ നിന്ന് എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് തൊട്ട് തലേദിവസമെങ്കിലും എൻ്റെ കയ്യിലേക്ക് എത്താറുണ്ട് കേട്ടോ. ഒന്നല്ലെങ്കിൽ 2 ദിവസം മുന്നെങ്കിലും എനിക്കുള്ള ഡ്രസ്സ് ഉമ്മച്ചി എന്തായാലും ഓൾട്ടർ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ എത്തിക്കാറുണ്ട്. കല്യാണത്തിന് ശേഷം കല്യാണത്തിന് മുൻപ് ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം തൊട്ട് തലേദിവസം ഞാൻ വീട്ടിൽ പോയിട്ട് പോലും എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല കേട്ടോ. അപ്പോൾ അന്ന് രാത്രി ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര പ്രതിഷേധമൊക്കെ അർപ്പിച്ചു, ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ ഉമ്മച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കല്ല ഗിഫ്റ്റ്, നിനക്ക് 2 പിള്ളേരായി, നീ വലുതായി, ഇനി മുതൽ നിൻ്റെ പിള്ളേരുടെ ബർത്ത്ഡേനെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് അവർക്കാണ് ഗിഫ്റ്റ് കൊടുക്കണേന്നൊക്കെ പറഞ്ഞിട്ട് കട്ട കലിപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനന്ന് സാഡായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഉമ്മച്ചി രാവിലെ ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് വിളിച്ചപ്പോഴൊന്നും ഞാൻ മൈൻഡേ ചെയ്തില്ല. വാട്സപ്പിൽ മെസ്സേജിനും റിപ്ലൈ കൊടുത്തില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ലല്ലോ, തിരിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കണം. അങ്ങനെ ഞാൻ ഉമ്മച്ചിക്ക് വാങ്ങിയ വാച്ചാണ് കേട്ടോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേയുടെ അന്ന് വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കൊണ്ടുപോയിട്ട് ഈ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തപ്പോൾ ഉമ്മച്ചി ആകെ അങ്ങോട്ട് സർപ്രൈസ്ഡ് ആയി എന്ന് തന്നെ പറയാം. പക്ഷെ ഉമ്മച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നു കേട്ടോ. ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഇടുന്നതാണേ.